പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കരിയർ പോർട്ടലിനെ കുറിച്ചാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ല് വഴി നിർമ്മിച്ചെടുത്തിരിക്കുന്ന കരിയർ പ്രയാണം എന്ന പോർട്ടലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിസെഫിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഈ കരിയർ പോർട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത 25-ൽ പരം കരിയർ മേഖലകളിൽ ഉള്ള 500-ൽ പരം കരിയറിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഈ കരിയർ പ്രയാണം പോർട്ടൽ വഴി ലഭ്യമായിട്ടുള്ളത്. കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരായ പ്രഗത്ഭരായ കരിയർ ഗൈഡന്മാരാണ് ഇതിന്റെ അണിയറ ശില്പികൾ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റാണ് ഈ ഒരു പോർട്ടൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയതാണ്. അപ്പോഴുള്ള മെച്ചം, ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭവും പ്രതീക്ഷിക്കാത്ത ഒരു പോർട്ടലാണ്. ഇതേതെങ്കിലും പ്രൈവറ്റ് കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പരസ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, ഒത്തന്റിക് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങളുടെ കരിയർ രൂപകൽപ്പന ചെയ്യാം. ഇനി ഞാൻ ഈ കരിയർ പോർട്ടലിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. ഇവിടെ കരിയർ ക്ലസ്റ്ററുകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഏകദേശം 25ഓളം കരിയർ ക്ലസ്റ്ററുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഓരോ കരിയർ ക്ലസ്റ്ററിനകത്തും ധാരാളം കരിയർ ഇൻഫർമേഷൻസ് ഉണ്ട്, കരിയറുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ അഗ്രികൾച്ചർ, ഡയറി, ഫോറസ്ട്രി, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, എഡ്യൂക്കേഷൻ, ടീച്ചിങ്, എഞ്ചിനീയറിംഗ്, ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ആർട്സ്, ഫിഷറീസ്, മറൈൻ സയൻസ്, ഫിറ്റ്നസ്, വെൽനെസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഗവൺമെന്റ് സർവീസസ്, ഹോസ്പിറ്റാലിറ്റി, ലീഗൽ സ്റ്റഡീസ്, ലിംഗ്വിസ്റ്റിക്സ്, മാനേജ്മെന്റ്, ഓൺടർപ്രീനർഷിപ്പ്, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെഡിക്കൽ സയൻസ് ആൻഡ് ഹെൽത്ത് കെയർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്നിങ്ങനെ 25-ലേറെ കരിയർ ക്ലസ്റ്ററുകളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ കരിയർ ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിലുള്ള കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എക്സ്പ്ലോർ കരിയേഴ്സ് എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലുള്ള കുറേ കരിയറുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ, അതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റി എഞ്ചിനീയർ, ബിഗ് ഡേറ്റ അനലിറ്റിക്സ് അനലിസ്റ്റ്, ബ്ലോക്ക് ചെയിൻ ഡെവലപ്പർ, ക്ലൗഡ് എഞ്ചിനീയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി നിരവധി കരിയറുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ കരിയറിനെ കുറിച്ച്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയറെ കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇതിന്റെ വ്യൂ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് കരിയർ DNA മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വളരെ വിശദമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കരിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിനീയർ ആവാൻ പറ്റുക, അതിന്റെ എൻട്രി പാത്വേസ് എന്തൊക്കെയാണ്. ഉദാഹരണമായിട്ട് ഡിപ്ലോമ, 10ാം ക്ലാസ് ശേഷം ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ സയൻസിനകത്ത്. നേരെ മറിച്ച് നിങ്ങൾക്ക് 10 ശേഷം ഡിപ്ലോമ വഴി തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെയോ +2 സയൻസ് വഴി BSc ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ BCA, അതുപോലെ MSc കമ്പ്യൂട്ടർ സയൻസ് MCA വഴിയും നിങ്ങൾക്ക് ഒരു വഴിയുണ്ട്. മറ്റൊരു പാത്ത് വേ എന്ന് പറയുന്നത് +2 സയൻസ് പഠിച്ചിട്ട് എൻട്രൻസ് വഴി ബിടെക് കമ്പ്യൂട്ടർ സയൻസോ IT ഒക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ കണ്ടോ, ഈ കോഴ്സസിനെ കുറിച്ചും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും വിശദമായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. MCA പഠിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, BCA പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ എൻട്രൻസ് പരീക്ഷകൾ ഏതാണ്, ഡിപ്ലോമ വഴി നമുക്ക് എങ്ങനെ എത്തിപ്പെടാം, MSc കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും എൻട്രൻസ് പരീക്ഷകളും അഡ്മിഷൻ പ്രൊസീജിയറും എന്താണ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസിലേക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, എൻട്രൻസ് പരീക്ഷകൾ ഏതാണ്, തുടങ്ങി എല്ലാറ്റിനെ കുറിച്ചും വിശദമായിട്ടുണ്ട്.
ഉദാഹരണം ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് IIT-കളെ കുറിച്ച്, IIT-കളെ കുറിച്ച്, NIT-കളെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ, ക്യുസാറ്റ് പോലെയുള്ള. അപ്പൊ IIT ആണെങ്കിൽ നമ്മൾ 4 വർഷം ഡ്യൂറേഷനുള്ള ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എങ്ങനെ ചെയ്യാം? JEE അഡ്വാൻസ് എൻട്രൻസ് പരീക്ഷ എഴുതണം. +2-ന് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കണം. NIT-കളാണെങ്കിൽ നമുക്ക് നേരെ മറിച്ച് 4 വർഷം ബിടെക് തന്നെയാണ്. പക്ഷെ നമുക്ക് JEE മെയിൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ച കുട്ടിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ എത്തിച്ചേരാം. അങ്ങനെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും അതിലേക്കുള്ള എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചും വിശദമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കോഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അപ്പൊ എല്ലാറ്റിനെ കുറിച്ചും MCA ആണെങ്കിൽ എങ്ങനെ പോവാം, അതുപോലെ BCA ആണെങ്കിൽ ഇതേ കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, ഡ്യൂറേഷൻ എത്രയാണ്, എലിജിബിലിറ്റി എത്രയാണ്, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഈ കരിയറിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ കരിയർ ഗ്രോത്ത് എന്താണ്, കരിയർ ലാഡർ. ഇപ്പൊ ജൂനിയർ AI എഞ്ചിനീയർ, AI എഞ്ചിനീയർ, സീനിയർ AI എഞ്ചിനീയർ തുടങ്ങി ചീഫ് AI ഓഫീസർ വരെയുള്ള കരിയർ പാത്വേ ഉണ്ട്. മറ്റൊന്ന് നമുക്ക് AI എഞ്ചിനീയർ മുതൽ ചീഫ് ടെക്നോളജി ഓഫീസർ വരെയുള്ള വ്യത്യസ്ത കരിയർ ഗ്രോത്ത്, കരിയർ ലാഡറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ സ്കില്ലുകളാണ്, സോഫ്റ്റ് സ്കില്ലുകളും ഹാർഡ് സ്കില്ലുകളുമാണ് നമുക്ക് വേണ്ടത്. പ്രോബ്ലം സോൾവിങ് പോലെയുള്ള മെഷീൻ ലേണിംഗ്, AI ഒക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും, മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും അറിഞ്ഞിരിക്കണം എന്നുള്ളതും, ഇൻവെസ്റ്റിഗേറ്റീവ് ആൻഡ് റിയലിസ്റ്റിക് ഉള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്നു. പിന്നെ ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും? ഫിനാൻസ്, ഡിഫൻസ്, മാനുഫാക്ചറിങ്, ഇ-കൊമേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, സൈബർ സെക്യൂരിറ്റി, ഓട്ടോമോട്ടീവ്, എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്, മീഡിയ, അങ്ങനെയുള്ള മേഖലയിലൊക്കെ ജോലി സാധ്യതകൾ ഉണ്ടെന്നും ഈ ജോലിയിൽ നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുക, ഡിസൈൻ AI മോഡൽസ്, ബിൽഡ് ആൻഡ് ട്രെയിൻ മെഷീൻ ലേണിംഗ് മോഡൽസ് തുടങ്ങി ഡോക്യുമെന്റേഷൻ AI പ്രോസസ് വരെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, ഡീപ്പ് ലേണിംഗ് എഞ്ചിനീയർ, അതുപോലെ റോബോട്ടിക്സ് എഞ്ചിനീയർ തുടങ്ങി ബിഗ് ഡാറ്റ എഞ്ചിനീയർ, അങ്ങനെ പല ജോലികളും നമുക്ക് കിട്ടും. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ, ആപ്പിൾ, NVIDIA, IBM, OpenAI, ടെസ്ല തുടങ്ങി നമുക്ക് ജോലി തരാൻ സാധ്യതയുള്ള കമ്പനികളെ കുറിച്ചും ഒക്യുപ്പേഷനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ ഏരിയയിൽ തിളങ്ങി നിൽക്കുന്ന എമിനന്റ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ കരിയറിനെ കുറിച്ചുള്ള കൃത്യമായ കരിയർ DNA വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊരു കരിയർ എടുത്താലും ഇതുപോലെ നിങ്ങൾക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി എഞ്ചിനീയർ ആണെങ്കിലും ഇതേ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള എന്ത് പറയുന്നുണ്ട്, ഇതിന്റെ കരിയർ DNA പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഏതൊരു കരിയർ ക്ലസ്റ്റർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ കരിയർ ക്ലസ്റ്ററുകളിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിഫൻസ് മേഖലയിലുള്ള ധാരാളം കരിയറുകൾ, ഇപ്പൊ അഗ്നിവീർ, എയർക്രാഫ്റ്റ് പൈലറ്റ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CISF തുടങ്ങി എല്ലാ വ്യത്യസ്ത കരിയറുകള്, ആർമിയിലുള്ള ഡിഫൻസിലുള്ള കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ അറിയണമെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഏരിയനെ കുറിച്ചുള്ള അതിന്റെ കരിയർ പാത്വേയും ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഇത് ഏതൊരു കരിയർ ക്ലസ്റ്റർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ കരിയറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അതിന്റെ സ്ഥാപനങ്ങൾ, എൻട്രൻസ് പരീക്ഷകൾ തുടങ്ങി ധാരാളം ഇൻഫർമേഷൻസ് ഒരു പക്ഷേ മറ്റൊരു പോർട്ടലിൽ കാണാൻ പറ്റാത്ത അത്ര വിശദമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഫൈൻ ആർട്സ് മേഖലയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇപ്പൊ ഫൈൻ ആർട്സ് പോയി കഴിഞ്ഞാൽ, ഫൈൻ ആർട്സ് ആൻഡ് പെർഫോമിംഗ് ആർട്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നമുക്ക് ഉള്ള കരിയർ പാത്വേ ഇവിടെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കണ്ടോ. ഇനി മറ്റൊരു ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ ലീഗൽ സ്റ്റഡീസ് എടുക്കുകയാണെങ്കിൽ വ്യൂ മോറിൽ കൊടുത്താൽ നമുക്ക് മൊത്തം ക്ലസ്റ്ററുകൾ അവൈലബിൾ ആണ്. ലീഗൽ സ്റ്റഡീസ് എടുക്കുകയാണെങ്കിൽ എക്സ്പ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആവുക, ആർബിട്രേറ്റർ ആവുക, എങ്ങനെയാണ് ജഡ്ജ് ആവുക, അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും അതിന്റെ എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും അതിന്റെ കരിയർ ലാഡറിനെ കുറിച്ചും ഒക്കെ കൃത്യമായ ധാരണ നൽകും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ
കരിയർ പോർട്ടൽ നിങ്ങൾ നിർബന്ധമായിട്ടും പരിചയപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുകയും അതിലേക്കുള്ള വഴികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്തുള്ള ക്ലസ്റ്ററുകളെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ക്യാമറാമാൻ, കൊറിയോഗ്രാഫർ, സിനിമാറ്റോഗ്രാഫർ തുടങ്ങി കണ്ടന്റ് റൈറ്റർ, കോപ്പി റൈറ്റർ, അങ്ങനെ എല്ലാ മേഖലയെക്കുറിച്ചും ഫാഷൻ മോഡൽ, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ പരിചയപ്പെടാൻ പറ്റും. അപ്പം വളരെ മനോഹരമായിട്ട്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട്, ഒത്തന്റിക് ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞിട്ട് ഒരു കരിയർ DNA നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള വെബ്സൈറ്റ് ആണ്, പോർട്ടലാണ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ പല ടേംസും ഇവിടെ കീവേഡ്സും സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കരിയറിനെ കുറിച്ച് കണ്ടോ, പ്രോഗ്രാമർ, കോഡർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ തന്നെ കൃത്യമായിട്ട് അതിന്റെ വിവരം മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് ഒന്നിലധികം സെർച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചത്. ഇനി വളരെ കൃത്യമായിട്ട് ഒരു കരിയറിനെ കുറിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കിപ്പോ പിന്നെ റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു ഏരിയ കണ്ടോ, വിശദമായിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോ കരിയറിനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ എൻവയോൺമെന്റൽ എഞ്ചിനീയർ എന്തും ഇതുപോലെ നിങ്ങൾക്ക് എന്തും സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കരിയറിനെ കുറിച്ച്, ഇപ്പോൾ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അങ്ങനെയുള്ള എല്ലാ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള പിന്നെ കരിയറിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ജേർണലിസം മേഖലയെ കുറിച്ചുള്ള അതിന്റെ കരിയർ സാധ്യതകളും സ്ഥാപനങ്ങളും എൻട്രൻസ് പരീക്ഷകളും ഒക്കെ വിശദമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും ഇതിനകത്ത് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവം, നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അഡ്മിഷൻ ക്ഷണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ JDC 30/4/2026 വരെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാ ഇൻഫർമേഷൻസും, അത് മറ്റൊരു പ്രധാനപ്പെട്ട ലിങ്കാണ്. എൻട്രൻസ് എക്സാംസ് ഇപ്പോ വിളിച്ചിരിക്കുന്ന ഇപ്പൊ സിപ്പെറ്റ്, നിംസെറ്റ് തുടങ്ങിയ എൻട്രൻസ് പരീക്ഷകളൊക്കെ വിളിച്ചിട്ടുണ്ട്. എയിംസിലെ BSc നഴ്സിംഗ്, ആയുഷ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പോർട്ടലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ല് വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ പോർട്ടൽ. തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും ഈ ഒരു പോർട്ടലിലൂടെ കടന്നു പോകണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. 1000-ഓളം പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, 500-ലേറെ കരിയേഴ്സിനെ കുറിച്ച്, പിന്നെ 1205-ഓളം എംപ്ലോയീസിനെ കുറിച്ച് ഒക്കെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ പോർട്ടൽ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ പാത്വേയിലും കരിയർ ജേണിയിലും ഇതൊരു മുതൽക്കൂട്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ കരിയർ പോർട്ടൽ സന്ദർശിക്കുക. ഇതിന്റെ പോർട്ടൽ പേരെന്ന് പറയുന്നത് www.careerprayanam.gov.in എന്നാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് കരിയർ പ്രയാണം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഈ വെബ്സൈറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് എല്ലാ ദിവസവും എന്ന നിലയിൽ നിങ്ങൾ ഇതിനകത്ത് കരിയറുകൾ സെർച്ച് ചെയ്യുക. അതിന്റെ എൻട്രൻസ് പരീക്ഷകൾ, കോഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു വെരി മച്ച്.